വെൽക്കം ബാക്ക് ടു പ്രവീസ് മാജിക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓട്ടുപാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വിളക്കുകളും കിണ്ടികളും ഒക്കെ നമുക്ക് ദീപാവലിയൊക്കെ വരുമ്പോൾ നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്ത് വെക്കും. ഈ പാത്രങ്ങളൊക്കെ ഇതൊക്കെ ക്ലീൻ ആണ്. ഇതിങ്ങനെയുള്ള വിളക്കുകളൊക്കെ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് കുറേ നാളായി. അപ്പോൾ ഇത് പെട്ടെന്ന് എളുപ്പ വഴിയിൽ ക്ലീൻ ചെയ്യുന്ന എങ്ങനെയെന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നിപ്പോൾ ഇവിടെ കാണിക്കാൻ പോണത്. നമ്മൾ കത്തിക്കുന്ന വിളക്ക്, അതായത് വീട്ടിൽ കത്തിക്കുന്ന വിളക്ക് നമ്മൾ ക്ലീൻ ചെയ്യാൻ വെക്കും. പിന്നെ അല്ലാതെ ഉള്ള ചെറിയ ചെറിയ വിളക്കുകളും പഴയ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന വിളക്കുകളും നമ്മൾ ക്ലീൻ ചെയ്യാറില്ല. അതെല്ലാം നല്ലപോലെ ക്ലാവ് പിടിച്ചിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ എങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരുപാട് അധ്വാനമൊന്നും ഇല്ലാതെ സ്ക്രബ് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്നിവിടെ ഇപ്പോൾ കാണിക്കാൻ പോകണം. അപ്പം നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ വിളക്കുകളെല്ലാം നമുക്ക് ഫസ്റ്റ് ഇളക്കിയെടുക്കണം. ചെറിയ ചെറിയ പാർട്സായിട്ട്, എത്ര ചെറിയ പാർട്ടായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് നമുക്ക് ഇളക്കിയെടുക്കണം. അപ്പം ഞാനിത് ആദ്യം എല്ലാം ഒന്ന് അഴിച്ച് പറക്കി ഇളക്കിയെടുക്കട്ടെ. എല്ലാം ഞാൻ ചെറിയ ചെറിയ പാർട്സായിട്ട് ഇളക്കി മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മളിപ്പം ഇത് ചെയ്യാൻ പോണത് ഒരു കുക്കറിലാണ്. അപ്പം ആ ഒരു കുക്കറിൽ ഇട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കുക്കറിലേക്ക് നമ്മൾ പുളിയിട്ട് തിളപ്പിച്ചാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾ ഒരുപാട് പേര് വിചാരിക്കും ഇപ്പോൾ ഗ്യാസിനൊക്കെ വില കൂടുതലല്ലേ, പിന്നെ എന്തിനാണ് ഈ കുക്കറിൽ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം ഇത് ചെയ്യുമ്പോൾ അല്ലാതെ നമുക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് നമ്മളിട്ട് സ്ക്രബ് ചെയ്യേണ്ടി വരും നമുക്ക്. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നും പിന്നെ സ്ക്രബ് ചെയ്യണ്ട. പാത്രം തേക്കുന്ന ആ ഒരു ഇതിന് ശേഷം നമുക്ക് പാത്രം ഒരച്ച് തേക്കുമല്ലോ, സാധാരണ പാത്രം കഴുകുമല്ലോ, അതുപോലെ നമ്മൾ സ്ക്രബ്ബർ ഇട്ടൊന്ന് പിടിച്ചാൽ മതി, നല്ല പോലെ വെട്ടിത്തിളങ്ങി വരും. അപ്പം നമുക്കിനി ഇത് കുക്കറിലേക്ക് ഈ ചെറിയ പാർട്സുകളെല്ലാം നമുക്ക് വെക്കാം. മാക്സിമം എല്ലാം ഇതിൽ കൊള്ളുമോ നമുക്ക് നോക്കട്ടെ ഒരു പ്രാവശ്യം തന്നെ. ഇപ്പം ഇത്രയും ഞാൻ ഈ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ബാക്കി കുറച്ച് കിണ്ടിയും ബാക്കിയുള്ളതൊന്നും കൊള്ളത്തില്ല. അപ്പോൾ നമുക്ക് ഈ കുക്കറിൽ തന്നെ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ വലിയ കുറച്ച് ഇതൊക്കെ കൊള്ളുന്ന രീതിയിലുള്ളൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് നമ്മൾ തിളപ്പിച്ചെടുത്താലും മതി. ഇപ്പോൾ കുക്കറിൽ കൊള്ളുന്ന അത്രയും ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പുളി എടുത്ത് നല്ല പോലെ വെള്ളത്തിൽ മിക്സ് ചെയ്യണം. നല്ല പോലെ നമ്മൾ ഈ വെള്ളത്തിൽ നല്ല മിക്സ് ചെയ്യണം. അപ്പോൾ ഞാനിതിൽ ഫുള്ള് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കറിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അതായത് നമ്മളിതിലേക്ക് ഒഴിക്കുമ്പം നോക്കേണ്ടത് ഈ കുക്കറിൻ്റെ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ എത്രത്തോളം ഇട്ടിട്ടുണ്ട് അത് നികന്ന് വേണം വെള്ളം നിൽക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കുക്കറിൽ ഇത്രയും വെള്ളം നമുക്ക് ഒഴിക്കാൻ പറ്റും. അപ്പോൾ അത്രയും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം. ഇനി നമ്മൾ ഒഴിക്കുമ്പം പുളിയൊന്നും ഒഴിക്കണമെന്നില്ല. നമുക്ക് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ ഇടുന്നത് നികന്ന് നിൽക്കണം. അപ്പോൾ ഇത് അതിനകത്ത് കറക്റ്റായിട്ട് കൊള്ളുന്നില്ല. അപ്പോൾ ഞാൻ ഇതിങ്ങി മാറ്റിയാണ് ഇതിൻ്റെ മുകളിൽ നിന്ന്. അല്ലെങ്കിൽ ഇത് ക്ലിയറായിട്ട് അതിൻ്റെ അഴുക്ക് പോകത്തില്ല. അതുകൊണ്ട് നമ്മളിത് നികന്ന് നിൽക്കത്തക്ക രീതിയിൽ തന്നെയാണ് വെള്ളം ഒഴിക്കേണ്ടത്. വെള്ളമെല്ലാം ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി നമ്മൾ ഇടും. അപ്പോൾ ഞാൻ എന്താണെന്ന് പറയാം. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു തക്കാളിയാണ്, അത് നല്ല ഫ്രഷ് തക്കാളിയൊന്നും വേണമെന്നൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള ചീത്തയായ ഒരു തക്കാളി ആയാലും മതി. അതും കൂടി ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു കളറൊക്കെ കിട്ടാനായിട്ടാണ് നമ്മൾ ഈ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിക്കും പുളിപ്പാണല്ലോ. അപ്പം ഈ തക്കാളി വേണമെങ്കിൽ കൈ കൊണ്ടൊന്ന് ഉടച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അല്ലാതിട്ടാലും മതി. ഇപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ഉടച്ച് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കിട്ടുകയും ചെയ്യും. നമുക്ക് അധികം കൈക്ക് അധ്വാനമൊന്നും ഉണ്ടാകത്തില്ല. വയസ്സായ അമ്മമാരൊക്കെയാണ് കൂടുതലായിട്ടും നമ്മുടെ ഈ ഓട്ടുപാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് മെനക്കെടുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്, ഇത് കാണിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കറക്റ്റായിട്ട് തക്കാളി എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടച്ചിട്ട് ഒരു 2 വിസിൽ അല്ലെങ്കിൽ 3 വിസിൽ കയറ്റി 2 വിസിൽ കേൾപ്പിച്ചാൽ മതി. 2 വിസിൽ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കണം. എന്നിട്ട് തണുത്തതിന് ശേഷം ചെറിയൊരു ചൂടുണ്ടാവുമല്ലോ, ആ ചൂടുള്ള സമയത്താണ് നമുക്കിത് സ്ക്രബ് ചെയ്തെടുക്കേണ്ടതിന്. അപ്പോൾ ഇനി നമുക്കിത് ഗ്യാസിലേക്ക് വയ്ക്കാം. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. 2 വിസിൽ വന്നിട്ട് ഞാൻ ഗ്യാസ് ഓഫാക്കി വെച്ചേക്കാണ്. അപ്പം നമുക്കിനി ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത്
തുറക്കാവുള്ളൂ. ഉണ്ടാക്കി തന്നെ നല്ല എയർ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ എയർ എല്ലാം പോയതിന് ശേഷം നമുക്ക് തുറക്കാം. തുറന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. ഇപ്പം നല്ല പോലെ തണുത്തിട്ടുണ്ട്. അപ്പം എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. എന്നാലും ചെറിയ ചൂടുണ്ടാവും. അപ്പം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. ചൂടുണ്ട്. ദേ കണ്ടോ, ഒരുവിധം എല്ലാത്തിൻ്റെയും കളറൊക്കെ പോയി. കണ്ടോ, കണ്ടോ, ഏകദേശം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏകദേശം നല്ല പോലെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രബ് ചെയ്താണ് എടുക്കേണ്ടത്. സ്ക്രബ്ബർ എടുത്ത് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തെടുത്താൽ മതി. ഇതിനകത്ത് ജസ്റ്റ് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാനായിട്ടാണ് നമ്മൾ സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നത്. ഈ വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. നമ്മുടെ പാത്രങ്ങളൊക്കെ ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്ക്രബ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ലിക്വിഡാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമ്മളൊരു വിം ഉണ്ടല്ലോ, വിമ്മിൻ്റെ കുറച്ച് ലിക്വിഡ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, വിമ്മിൻ്റെ ലിക്വിഡാണ്. അപ്പം വിമ്മല്ല, എക്സോ, ഏപ്രിൽ ഏതായാലും മതി. അത് നമുക്ക് കുറച്ച് ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു പകുതി നാരങ്ങ, നമ്മൾ എത്രത്തോളം വിം എടുക്കുന്നോ അതിനനുസരിച്ച്. ഇപ്പോൾ ഇതിലൊരു പകുതി നാരങ്ങയുടെ നീരാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് വെച്ചിട്ടാണ് നമ്മളൊന്ന് സ്ക്രബ് ചെയ്തെടുക്കേണ്ടത്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കേണ്ടത് ഇതുപോലുള്ളൊരു സ്ക്രബ്ബറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സ്റ്റീലിൻ്റെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ നമുക്ക് സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്പോഞ്ചിൻ്റെതോ ഇതുപോലുള്ള ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്ത് സ്ക്രബ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി ഓരോന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒന്ന് നമ്മൾ ചെറുതായിട്ട് പാത്രങ്ങൾ തേക്കുന്ന അതേ ഇതിൽ നമ്മൾ തേച്ച് കൊടുത്താൽ മതി. കറക്റ്റ് നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടുമല്ല. കണ്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ടേ ഉള്ളൂ അതിനകത്തേക്ക്. അപ്പോൾ തന്നെ നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയെല്ലാം ചെയ്തെടുക്കട്ടെ. അപ്പം ഞാൻ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. തന്നെ നമ്മുടെ നിലവിളക്കൊക്കെ നല്ല പോലെ ക്ലീനായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഈ നടരാജ വിഗ്രഹത്തിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു വാങ്ങിയിട്ട് കഴുകുന്നത്. അപ്പം അത്രത്തോളം ക്ലീനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ വിളക്കൊക്കെ എന്ത് വ്യത്യാസമുണ്ട് ആദ്യം ഇരുന്ന വിളക്കും ഇപ്പോഴും തമ്മിൽ നോക്കും. അപ്പം ആ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഈ വിളക്കുണ്ടോ, ഇതും അതേ കണക്ക് തന്നെ നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, ഷെയർ ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.